ജാറിനകത്തൊക്കെ കറിയൊക്കെ അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറിനകത്ത് കറി അരയ്ക്കുമ്പോഴത്തേനും വാഷർ ലൂസാണെങ്കിൽ ഇതേപോലെ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു മൂടിക്കകത്തൊരു റബ്ബർ ഇട്ട് കൊടുത്താൽ മതി ആ വാഷറിൻ്റെ പുറത്തായിട്ട്. അപ്പം നല്ല ബലമായിട്ടിരുന്നോളും കണ്ടോ. അപ്പം നല്ല ബലത്തിൽ തന്നെ ഇരിക്കും, നമുക്ക് പുറത്തോട്ട് പോകത്തുമില്ല. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെയൊക്കെ ചാർജർ ഇതേപോലെ ഒതുങ്ങിയിരിക്കണം. അതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ 2-3 ഒക്കെ ചാർജർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. നമ്മൾ വെറുതെ കളയുന്ന പേസ്റ്റിൻ്റെ കവറൊന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വയറൊക്കെ അതിൻ്റെ ചുറ്റി കൊടുത്തിട്ട് അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എത്ര ചാർജർ വേണേലും നമുക്ക് ബാഗിനകത്താണേലും മേശപ്പുറത്താണേലും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഇപ്പം നമുക്ക് ഞാൻ ആ പേസ്റ്റിൻ്റെ കവറ് നമ്മൾ വെറുതെ കളയുന്നതല്ലേ, അപ്പോൾ ഇതേപോലെയൊക്കെ പ്രയോജനപ്പെടും. അപ്പോൾ നമ്മൾ ഇത്രയും നീളം വേണ്ട എങ്കിൽ കുറച്ച് മുറിച്ച് കളയാം. അപ്പോൾ ആ പേസ്റ്റിൻ്റെ കവറ് 2 എണ്ണത്തിലായിട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നീളം കൂടുതലാണ്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പകുതിയാക്കിയാൽ മതി. അപ്പം നമുക്ക് 2 എണ്ണത്തിൽ തന്നെ അത് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി അതേപോലെ എന്ത് ചതച്ചാലും തെറിച്ച് പോകും. അപ്പം നമ്മൾ ഇതേപോലെ കുപ്പിയുടെ കുറച്ച് ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതേപോലെ കീറി ഒന്ന് പിടിച്ചിട്ട് ചതച്ച് നോക്കിയാൽ ഒന്നും തെറിച്ച് പോകത്തില്ല. എത്ര വേണേലും നമുക്ക് അതിനകത്തിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാം എല്ലാം. അപ്പോൾ ഈ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിക്കുലുസ്, വെള്ളി അരഞ്ഞാണൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേന് കുറേ നാളാകുമ്പോഴത്തേന് അതൊന്ന് മങ്ങിപ്പോവും. നമ്മൾ എടുക്കാതിരിക്കുമ്പോഴത്തേന് മങ്ങിപ്പോവും. അപ്പോൾ അത് ആ ഡപ്പയിൽ തന്നെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ ആ കളറൊന്നും മങ്ങാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ കളറൊന്നും പോകാൻ നല്ല രീതിയിൽ നല്ല വെള്ളി കളറായിട്ട് തന്നെ ഉണ്ടോ നല്ല തിളങ്ങി തന്നെ കിടക്കുകയും ചെയ്യും. അപ്പം നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.